രചന മഴവില്ല് ഭാഗം 1. നന്ദനത്തിൻ്റെ പടികളിറങ്ങുമ്പോൾ വർഷയ്ക്ക് കരയണമെന്ന് തോന്നി. എങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നിട്ട് വേഗം കാറിലേക്ക് കയറി. എല്ലാവരെയും നോക്കി കൈകൾ വീശി കാണിച്ചു. വിഷമിച്ച് നിൽക്കുന്ന അവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഡാഡിയും വർഷയുടെ കൂടെ കാറിലേക്ക് കയറി. 6:15 ട്രെയിൻ. വർഷയുടെ മനസ്സ് എന്തിനോ വേണ്ടി തേങ്ങുകയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് ഷാനുവിനെ കാണാൻ കഴിയുമോ? അവൻ വരുമോ? ദൂരെ നിന്നെങ്കിലും തന്നെ കാണുന്നുണ്ടാവോ? നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഡാഡി കാണാതിരിക്കുവാൻ അവൾ പുറം കാഴ്ചകൾ കാണാൻ എന്ന പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡാഡിയുടെയും അമ്മയുടെയും ഒറ്റ മോളാണ് വർഷ. ഡാഡി സിവിൽ സപ്ലൈ ഓഫീസറാണ്, മമ്മി എൻജിനീയറും. വർഷ 9ാം ക്ലാസ് മുതൽ ഡൽഹിയിലാണ് പഠിക്കുന്നത്. അവളുടെ കളിക്കൂട്ടുകാരനായിരുന്നു ഷാനു. ഒരേ സ്കൂളിലാണ് അവർ പഠിച്ചത്. അവൾ ഡൽഹിയിലേക്ക് പോയപ്പോൾ അവനായിരുന്നു കൂടുതൽ സങ്കടം. ഇടയ്ക്ക് അവൻ കത്തെഴുതും, ചിലപ്പോൾ ഫോൺ ചെയ്യും. പതിയെ പതിയെ അത് പ്രണയമായി മാറുകയായിരുന്നു. വല്ലപ്പോഴും തന്നെ തേടിയെത്തുന്ന ആ കത്ത്, അത് മതിയായിരുന്നു ഷാനുവിൻ്റെ സ്നേഹം അവൾക്ക് തിരിച്ചറിയാൻ. വർഷയുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് ഷാനുവിൻ്റെ വീട്. ഷാനുവിനെ പ്രസവിച്ചപ്പോൾ തന്നെ അവൻ്റെ അമ്മ മരിച്ചു. രണ്ടാനമ്മയാണ് അവനെ നോക്കുന്നത്. അവൻ്റെ അച്ഛൻ ഗൾഫിലാണ്. അവർക്കൊരു മകളുണ്ട്, അനു. അവൾ MBBSന് പഠിക്കുന്നു. ഷാനുവിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ശ്രദ്ധയുമില്ല, ഒരു താല്പര്യവും കാണിക്കാറുമില്ല. അവന് ആകെയുള്ള ആശ്വാസം വർഷ മാത്രമാണ്. അവളിപ്പോൾ ഡൽഹിയിൽ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. ഷാനു ഒരു പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്നു. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും 5-10 ലക്ഷമാണ് ചോദിക്കുന്നത്. തുടരും. ഇത് ഒരിക്കലും ഒരു ന്യൂജൻ പ്രണയമല്ല. ഇത് ഒരു 90s ലവ് സ്റ്റോറിയാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.